LG 29 ഇഞ്ച് ഫ്ലാറ്റിൻ്റെ ടി വി ആണ്. അപ്പോൾ ഇത് പവർ സപ്ലൈ ഡെഡ് ആണ്. അപ്പോൾ ഇത് ചെക്ക് ചെയ്തപ്പോഴാണ് കണ്ടത് പവർ സപ്ലൈ ഔട്ട്പുട്ട് ഡയോഡിൻ്റെ അടുത്ത് ഒരു ഡിസ്ക് ഉണ്ട്, സെറാമിക് ഡിസ്ക്. ആ ഡിസ്ക് വന്നിട്ട് വെടിച്ച് പിളർന്നിരിപ്പുണ്ട്. ഞാൻ അത് കാണിച്ചു തരാം ഇവിടെ, കണ്ടല്ലേ. അപ്പോൾ ഇത് സംഭവം ഇങ്ങനെ ഇരുന്നാൽ ചില ടി വികളിൽ ഓടിക്കോളും, അപ്പോൾ ചില ടി വികളിൽ പവർ സപ്ലൈ കംപ്ലൈൻ്റ് ആയിട്ട് കാണിക്കും. അതേപോലെ തന്നെ 250 വോൾട്ടിൻ്റെ കപ്പാസിറ്റർ ഒരു കാലൊടിഞ്ഞിരിപ്പുണ്ട്. അതേപോലെ തന്നെ LOTയുടെ അടുത്തും ഒരു സെറാമിക് ഡിസ്ക് ഉണ്ട്, അത് കത്തി കരിഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. കണ്ട, കത്തിക്കരിഞ്ഞ് പൊടിയായി പോയി അത്. അപ്പോൾ ഇത്രയും ഞാൻ ചേഞ്ച് ചെയ്തു. ഓക്കെ, ഇത്ര എല്ലാം ചെയ്തിട്ടുണ്ട്, എല്ലാം പുതിയതാണ് ഇട്ടത്. പുതിയ ഡിസ്ക് അവിടെ ഇട്ടു, ആ നീല കളറ്. LOTയുടെ അടുത്തുള്ള ഡിസ്കും പുതിയതിട്ടു, സെറാമിക് ഡിസ്ക്. രണ്ടും പുതിയതിട്ടു. പിന്നെ മാറ്റിയതാണ് 250 വോൾട്ട് 4.7 MFൻ്റെ കപ്പാസിറ്റർ. MF UF അത് കറക്റ്റായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ, അത് പഴയതാണ് കേട്ടോ ഇട്ടത്, കാരണം പുതിയതല്ല, വാങ്ങിച്ചത് തീർന്നു പോയി. 10 വാങ്ങിച്ചുള്ളൂ. ഇതാണ് ഒടിഞ്ഞിരുന്ന ഒരു കാലില്ല, ഇതാണ് ഇതിലുണ്ടായിരുന്നത്, കണ്ടല്ലേ. അപ്പോൾ ഇനി TV ഓൺ ചെയ്ത് നോക്കണം കറക്റ്റായിട്ടുണ്ടോ എന്ന്. അപ്പോൾ ഓൺ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ TV ഓൺ ചെയ്തിട്ടുണ്ട്, കറക്റ്റായിട്ട് ഓണായി വന്നിട്ടുണ്ട്, കണ്ടല്ലേ. അപ്പോൾ ട്യൂബ് എനിക്ക് തോന്നുന്നു ചെറിയൊരു വീക്കാണോ എന്നൊരു ഡൗട്ടുണ്ട്. എന്തായാലും കംപ്ലയിൻറ്റ്സ് മാറി. ഇനി ബോർഡൊക്കെ നല്ലോണം ഒന്ന് ക്ലീൻ ചെയ്യണം. ക്ലീൻ ചെയ്തിട്ട് എടുത്ത് കൊടുത്തു നോക്കണം. വീഡിയോ ആഡിയോ എല്ലാം ഉണ്ട്, അപ്പോൾ ഞാൻ അതവിടെ ഇട്ട് കാണിക്കുന്നില്ല. ഏതായാലും ആ ഒരു 2 ഡിസ്കും ആ ഒരു കപ്പാസിറ്ററുമാണ് അതിലൊന്ന് മാറ്റിയത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല.